എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ടീച്ചേഴ്സ് ഇപ്പോൾ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്ന സമയം പല പ്രശ്നങ്ങളാണ് നേരിട്ട് വരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പുതിയ അപ്ഡേഷന് ശേഷം പല ടീച്ചേഴ്സിനും പല പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻഡഡ് ബൈ യൂസർ എന്ന ഒരു വാർണിംഗ് സന്ദേശമായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക. ഈ സന്ദേശം വന്നു കഴിഞ്ഞാൽ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവാതെ തിരിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ അടുത്ത ഘട്ടത്തിലേക്ക് പോയി നിങ്ങൾ ചെയ്ത പ്രവർത്തനം അത് പൂർത്തീകരിക്കാൻ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഇത് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ സെഷൻ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഏത് അറിവുകൾ എവിടെ നിന്ന് കിട്ടിയാലും നമ്മളത് മനസ്സിലാക്കണം. കാരണം നമ്മൾ എത്രത്തോളം ഈ അഡ്വാൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മളെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മതി. അപ്പോൾ അത്രത്തോളം നമ്മളെ എഫിഷ്യൻ്റായി ഇത്തരത്തിലൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണിയെടുക്കുന്നു എന്നുള്ളൊരു ആത്മസംതൃപ്തി കൂടി നമ്മൾക്ക് ഉണ്ട് എന്നുള്ളത് ടീച്ചർമാർ അറിയാതെ തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഒരുപോലെ അനുഭവപ്പെടുന്നതാണ്. ഇതെല്ലാം കൂടുതൽ അഡ്വാൻറ്റേജ് ആയിക്കൊണ്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നതും. നിങ്ങളത് കൂടുതൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻഡഡ് ബൈ യൂസർ എന്ന് പറയുന്നത് തന്നെ അതിലൊരു അർത്ഥമുണ്ട്. അതായത് ഈ യൂസർ ഇതിനുള്ള ഒരു പെർമിഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും ഇതിൽ ഈ ഒരു മെസ്സേജ് വരാൻ തന്നെ കാരണം ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ഒരു സന്ദേശം വരുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഒന്ന്, നമുക്ക് ആദ്യം തന്നെ പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന സമയം നമുക്ക് ഇത്തരത്തിലേക്ക് ഒരു മെസ്സേജ് കാണാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് വേണം ആ ഫോട്ടോ എടുക്കുക. അപ്പോൾ ക്യാമറ ഓൺ ആക്കുന്ന സമയം ഇത്തരത്തിലൊരു വാർണിംഗ് മെസ്സേജ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് FRS എടുക്കുന്ന സമയം ആദ്യമായി ഒരു ഗുണഭോക്താവിൻ്റെ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയം ക്യാമറ ഓൺ ആക്കുമ്പോഴും ഇത് പ്രകാരം വരാറുണ്ട്. വീഡിയോ ആവുന്ന സമയം അതിൽ മൈക്കിനെ കുറിച്ചൊരു പെർമിഷൻ ചോദിക്കാറുണ്ട്, ക്യാമറയെക്കുറിച്ച് പെർമിഷൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഘട്ടം ലാസ്റ്റ് ഒരു തവണ FRS പൂർത്തിയാക്കി അടുത്ത തവണ കൃത്യമായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുമ്പോഴും ഇത്തരത്തിൽ പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻഡഡ് ബൈ യൂസർ വരും. അതായത് ആ ക്യാമറ ഓൺ ആക്കണമെങ്കിലും നമ്മൾ യൂസർ, അതായത് ടീച്ചറുടെ ഒരു അനുവാദം ഈ ആപ്ലിക്കേഷന് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വാർണിംഗ് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുന്നതിന് ടീച്ചേഴ്സ് ഈ സന്ദേശം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അതായത് ഈ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണെന്നറിയാം. അതൊരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ആപ്പാണെന്നും കൂടെ അറിയാം. അതേപോലെ തന്നെയാണ് നമ്മളെ വാട്സപ്പുകൾ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ആപ്പുകളും എക്സ്റ്റേണൽ ആപ്പ് എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മളെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഒരു ഫോണാണ്, നമ്മുടെ കയ്യിലുള്ളൊരു ഫോണാണ്. ഈ പറയുന്ന ആപ്പുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവിടുന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനർത്ഥം അവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന എല്ലാ ആപ്പുകൾക്കും തന്നെ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ ഇത് നമ്മളുടെ ഫോണിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമിഷൻ വേണം എന്നുള്ളതാണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം ഇത് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ കൺസെൻറ്റ് കൊടുക്കണം, അതായത് നമ്മളുടെ പെർമിഷൻ കൊടുക്കണം. അതായത് ആ ഒരു ആപ്പ്, അതായത് ഉദാഹരണത്തിന് വാട്സപ്പ് ആണെങ്കിൽ ആ വാട്സപ്പ് എന്ന് പറയുന്നത് നമുക്ക് സന്ദേശങ്ങൾ അയക്കാനും സന്ദേശങ്ങൾ സ്വീകരിക്കാനും വോയിസ് അയക്കാനും വോയിസ് സ്വീകരിക്കാനും ഫോട്ടോ അയക്കാനും ഫോട്ടോ സ്വീകരിക്കാനും ഒക്കെ തന്നെ നമുക്ക് ക്യാമറ ഉപയോഗിക്കേണ്ടി വരും. അതിലൊരു മൈക്ക് ഓപ്പൺ ആക്കേണ്ടി വരും. നമ്മൾ സംസാരിക്കണമെങ്കിൽ ഒരു മൈക്ക് അതിനകത്തുണ്ട്, അതൊന്ന് ഓണായി വരേണ്ടതായിട്ടുണ്ട്. ക്യാമറ ഓണായി വരേണ്ടതായിട്ട്, കീബോർഡ് ഓണായി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു എക്സ്റ്റേണൽ ആപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫോണിൽ നിന്നാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. ക്യാമറ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നാണ്, മൈക്കിനാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നാണ്, കീബോർഡ് ആണെങ്കിൽ നമ്മുടെ ഫോൺ. അപ്പോൾ ഇതിനെല്ലാം ആപ്പ് ഒരു പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ എല്ലാം ഓക്കെ അലോ എന്ന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അതിനകത്ത് ഉണ്ടാവും. അതൊക്കെ എല്ലാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ആപ്പ് സുഗമമായി തടസ്സങ്ങളില്ലാതെ എല്ലാ സന്ദേശങ്ങളും അയക്കാനും സ്വീകരിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെയാണ് പോർഷൻ ട്രാക്കറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർഷൻ ട്രാക്കറിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നതോടുകൂടി FRS ചെയ്യുന്നതിനും അതേപോലെ കുട്ടികളെ പ്രീ സ്കൂൾ ക്യാപ്ചർ ചെയ്യുന്നതിനും ECC രേഖപ്പെടുത്തുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും ECCയിലെ വീഡിയോസ് നമുക്ക് കാണുന്നതിനും അതിനെ സ്വീകരിക്കുന്നതിനും ഒക്കെ തന്നെ
ഓരോ പെർമിഷനുകൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു പെർമിഷനാണ് ഇവിടെ പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ആ ഒരു പെർമിഷൻ കൊടുക്കേണ്ട ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ആക്റ്റീവായി കൊടുത്ത് ഓണാക്കി കൊടുത്താൽ മാത്രമാണ് പിന്നീട് ഇത്തരത്തിലൊരു വാർണിംഗ് മെസ്സേജ് നമുക്ക് വരാതെ തന്നെ നമുക്ക് ഫേസ് ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കുമ്പോൾ ക്യാമറ ഓണായി വരാനും ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ ECC ചെയ്യുന്ന സമയം വീഡിയോ കാണാനും അതേപോലെ തന്നെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന സമയം ഒരു തടസ്സങ്ങളില്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സന്ദേശം വീണ്ടും വരാതെ നമുക്ക് പൂർത്തീകരിക്കാനും സാധിക്കുക. അതിന് ടീച്ചേഴ്സ് ഇപ്രകാരം മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് കൃത്യമായി നിങ്ങൾക്ക് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു വാർണിംഗ് സന്ദേശം വരുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി ചുരുക്കം പറഞ്ഞു എന്ന് മാത്രം. ഇനിയാണ് നമ്മൾ കാര്യത്തിലോട്ട് പോകുന്നത്. ഇത്തരം സന്ദേശങ്ങൾ വരുമ്പോൾ ടീച്ചർമാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എവിടെ നിന്നാണ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി പറയും പ്രകാരം ടീച്ചേഴ്സ് ചെയ്യുക. അതിന് ആദ്യം ടീച്ചേഴ്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഈ ഫോണിനകത്ത് കാണും. ഒരു ഐക്കൺ കാണും. ഇത് പ്രകാരം ഒരു ഐക്കൺ കാണും. ഈ ഐക്കണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലെ സെറ്റിങ്സിൽ പോയി ആപ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്റ്റ് ചെയ്തെടുക്കുക. അത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആപ്പ് പെർമിഷൻസ് എന്നോ അല്ലെങ്കിൽ അതർ പെർമിഷൻസ് എന്നോ അല്ലെങ്കിൽ സാധാരണ പെർമിഷൻസ് എന്നോ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. ലൊക്കേഷൻ, ക്യാമറ, ഫയൽസ് ആൻഡ് മീഡിയ, മൈക്രോഫോൺ. ഈ 4 കാര്യങ്ങളും നമ്മളെ ഫോണിനകത്തുള്ള ഓരോ ഡിവൈസുകളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആപ്പിന് വേണ്ടി, അതായത് പോർഷൻ ട്രാക്കർ ആപ്പിന് വേണ്ടി നമ്മളെല്ലാം എന്ത് ചെയ്യണം? എനേബിൾ ചെയ്ത് വിടണം, ഓണാക്കി വിടണം. എന്നാൽ മാത്രമാണ് നേരത്തെ കണ്ട പോലെ പെർമിഷൻസ് നോട്ട് ഗ്രാൻറ്റഡ് ബൈ യൂസർ എന്ന് പറയുന്ന ആ ഒരു സന്ദേശം നമുക്ക് വീണ്ടും വീണ്ടും വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ഡോണ്ട് അലോ എന്നുള്ള ഭാഗത്താണ് കിടക്കുക. അതായത് അപ്പോൾ ഇവിടെ എല്ലാം അലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തു, ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ അലോ എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഫയൽസ് ആൻഡ് മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അലോ ആക്സസ് ടു മീഡിയ ഓൺലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ മൈക്രോഫോണും അതേപോലെ അലോ ഓൺലി വൈൽ യൂസിങ് ദി ആപ്പ് എല്ലാം ഈ ആദ്യം കാണുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഇത്തരത്തിൽ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? പുറകിലോട്ട് വരിക. വീണ്ടും പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സാധാരണ പോലെ തന്നെ ഡെയിലി ട്രാക്കിങ്ങിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ THR മാർക്ക് ചെയ്യുന്ന ഭാഗമോ അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികൾ ഫോട്ടോ എടുക്കുന്ന സമയത്തോ നിങ്ങൾ മുന്നോട്ട് പോയി ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയം കൃത്യമായി നിങ്ങൾക്ക് ക്യാമറ ഓണായിട്ട് വരും. അവിടെ മുൻപ് കണ്ട പോലെ പെർമിഷൻസ് നോട്ട് ഗ്രാൻറ്റഡ് ബൈ യൂസർ എന്നുള്ള ഒരു വാർണിംഗ് സന്ദേശം പിന്നീട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത്, അതായത് ഏത് ഫോണിലാണോ നിങ്ങളിപ്പോൾ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നത് ആ ഫോണിലായിരിക്കണം ഈ പറഞ്ഞ മുഴുവൻ ഓപ്ഷൻസും എനേബിൾ ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ ഓണാക്കി വെക്കേണ്ടത്. ഇത് ക്ലോസ് ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് പോർഷൻ ട്രാക്കർ ഒരിക്കലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് മുന്നോട്ട് പ്രവർത്തിക്കാനും കഴിയില്ല. അതിൽ ലൊക്കേഷൻ വരുന്നുണ്ട്. ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. GPS ഇല്ലാതെ നമുക്ക് പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളതില്ല. കാരണം GPS എന്ന് പറയുന്നത് നമുക്ക് ഈ ലൊക്കേഷൻ നമ്മളെ ജിയോ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എത്ര കിലോമീറ്റർ ആണെന്നൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയതിനു ശേഷം ക്ലിയർ ആയിട്ട് നിങ്ങളിതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് പ്രകാരം എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.